ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് നീക്കി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കാലത്ത് ഇപ്പോൾ സമയം ഒരു 6:15 നല്ല ഇരുട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വെളിച്ചിട്ടത് കാരണം കൊണ്ടാണ് ഇത്ര വെളിച്ചം തോന്നുന്നത് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ അറിയാതെ നല്ല പോലെ തന്നെ ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ കാലത്ത് ഞാൻ എനിക്കിപ്പോൾ തന്നെ വേഗം ചോറ് വയ്ക്കാൻ വെച്ചൊന്ന് സുഡാപ്പിക്ക് പരീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിറകൊക്കെ കൂട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സുഡാപ്പി എൻ്റെ പുറത്ത് തന്നെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ആളൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ എൻ്റെ പുറകെ എണീറ്റ് വരും കേട്ടോ. ഇതിലും എണീറ്റിട്ടില്ല, 10 ദിവസം എണീറ്റിട്ടില്ല കേട്ടോ. നല്ല ഉറക്കം 2 പേരും കേട്ടോ. അത് കാരണം ഞാൻ അടുപ്പ് പുറത്ത് കത്തിക്കണ കാരണം കൊണ്ട് അനക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ചായയും കടിയൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് നേരം ഒന്ന് അവനെ പഠിപ്പിക്കാനൊന്നും ഇരുത്തണം. വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മോർണിംഗിൻ്റെ ഇതൊന്ന് കാണിച്ച സമയത്ത് പാട്ട് കേട്ടില്ലായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൽ 5 മണിക്ക് പാട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടേ. പിന്നെ അപ്പം അങ്ങനെ ഞാൻ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്, അല്ല തീയൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതിപ്പോൾ ചോറിനുള്ള വെള്ളം അരിയൊക്കെ കൂടി ഇട്ടിട്ട് വെച്ചേട്ടോ. അപ്പോഴേക്കും മൂത്താളും എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സുഡാപ്പി ഉറക്കത്തിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് നേരം കൂടി പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്നാൽ മുഖമൊക്കെ ഒന്ന് കഴുകി ഇനി കുറച്ച് നേരം ഒന്ന് പഠിക്കാതിരുത്തണം. പിന്നെ കാലത്ത് ഞാൻ ഇത് മുട്ടപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരപ്പാൽ പിഴിയാമെന്ന് വിചാരിച്ചത്, പക്ഷേ കറണ്ട് ചതിച്ചു. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു, കറണ്ട് വന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും സുഡാപ്പിക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ വേഗം പഞ്ചസാര കൂട്ടിയിട്ട് ആൾക്ക് കൊടുത്തു കേട്ടോ. മീൻ കറി ഉണ്ടായിരുന്നു, പക്ഷേ ആൾക്ക് മീൻ കറി വേണ്ട. നാളികേരപ്പാലാണെങ്കിൽ ആൾ 3-4 ഒക്കെ കഴിക്കും കേട്ടോ. ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 4 അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ, നാളികേരപ്പാൽ കൂട്ടിയിട്ടാണെങ്കിൽ. ഇല്ലെങ്കിൽ 2 ചിലപ്പോൾ 1 അത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ സമയമായപ്പോൾ വേഗം പഞ്ചസാര കൂട്ടിയിട്ടൊന്ന് കൊടുത്തു കേട്ടോ. പിന്നെ ആളൊന്ന് സ്കൂളിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ പാത്തൂസിനും ഭക്ഷണമൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി തുടയ്ക്കൽ ഞാനിപ്പോൾ തുടയ്ക്കില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം ബാങ്ക് കൊടുക്കണതിന് കുറച്ച് മുമ്പ് നമ്മൾ അടിച്ചു വരുമല്ലോ, ആ സമയത്ത് തുടയ്ക്കണുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നല്ല പൊടിയാണ്, പിന്നെ ചൂടും പൊടിയും ഒക്കെ കൂടിയാണ്. വീടിൻ്റെ ഉള്ളിൽ നമുക്ക് പകൽ സമയം ഒട്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കധികം ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വൈകുന്നേരം ഇനി ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അരിയൊന്ന് അരയ്ക്കാനായിട്ടുള്ള അരി ഞാനൊന്ന് കുറച്ചൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടത് പച്ചരിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് ഞാനത് സോക്ക് ചെയ്യാൻ വെക്കണത്. അപ്പോൾ അരി അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ പിന്നീട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം അങ്ങോട്ട് നുറുങ്ങി ഇതായി പോവും. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. അതാണ് നല്ലത്. ഇനിയിപ്പോൾ എനിക്ക് 10 ദിവസത്തിനൊന്ന് കുളിക്കണം കേട്ടോ. പിന്നെ ചോറ് വറുത്തിട്ടുണ്ട്, മീൻ കറി ഇന്നലത്തെ ഉണ്ട്. ആടമ്മിയുടെ പൂവൊക്കെ പൊട്ടിച്ചേ പാത്തൂസേ, ആരെ പൂവൊക്കെ പൊട്ടിച്ച് കളഞ്ഞേ? വെയിലത്തീ പോവരുത്, അങ്ങോട്ട് വാ എന്നാ. പൂ വേണോ ഇനി? പൂ വേണോ പത്തുവിന്? പൂ വേണം. പിന്നെ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ മാവാണ് കേട്ടോ. ഈ മാവുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇറത്തെങ്കിലും ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം കേട്ടോ. ചൂട് കുറവുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അത് വെട്ടാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ തീരെ വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേണ്ട 2 സൈഡിലും കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ വെയിൽ. പിന്നെ ഈ തകരത്തിൻ്റെ ഷീറ്റൊക്കെ നല്ല ചൂടുമാണ് കേട്ടോ. ഒട്ടും തന്നെ നമുക്ക് ഉച്ച സമയത്തൊന്നും തീരെ വീടിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല. ഫാനൊക്കെ ഇടുമ്പോൾ നല്ല ചൂട് കാറ്റാണ് വരണത്. നോമ്പെടുത്തിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് കൂടി ആയപ്പോൾ തീരെ എന്താ പറയുക, വീട്ടിലിരിക്കാനേ പറ്റില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ആകെ കുഴഞ്ഞ് വയ്യാണ്ടാവും. അപ്പം അങ്ങനെ ഞാനും പാത്തൂസം ഒന്ന് കുറച്ച് ദിവസം ഉച്ച സമയത്ത് ഞാനും പാത്തു ഒന്ന് പുറത്തിറങ്ങും കേട്ടോ. ഒരു 4 മണിയാകുമ്പോഴാണ് ഇവിടെ വെയിലൊന്ന് കുറയും ചെയ്യുക. അപ്പം നമുക്ക് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ കണക്കാ തീരെ ഇരിക്കാൻ പറ്റില്ല വീടിൻ്റെ ഉള്ളിൽ, നല്ല ചൂടായിരിക്കും.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ സുഡാപ്പിനെ ഒന്ന് പോയി കൊണ്ടുവന്ന് അപ്പോൾ സുഡാപ്പിക്ക് ചായക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഈ കാണുന്ന കലയില്ലേ, ഇത് സുഡാപ്പിക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് കൊടുത്തതാട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഓട്ടോക്കാരൻ പറഞ്ഞത് ഇവന് ഓട്ടോറിക്ഷയിലാണ് വരിക കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് ഇനി തൊട്ട് കഞ്ഞി മൺകലത്തിൽ കൊടുത്തോളം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് സത്യമായിരിക്കും, എല്ലാ കുട്ടികളുടെ കയ്യിൽ കാണും ചെയ്തു കേട്ടോ. പിന്നീടാണ് സുഡാപ്പി പറയുന്നത് കിളികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ടീച്ചർ തന്നിട്ടുള്ളതാണ്. അപ്പോൾ പുറത്ത് ഞങ്ങൾ കിളികൾക്ക് ഇതിൽ വെള്ളം വെച്ച് കൊടുക്കാനെന്ന്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു ചട്ടി. അപ്പോൾ സുഡാപ്പി അതിൽ വന്ന പക്ഷേ തന്നെ വേഗം വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് രാവിലെ പോയ കറണ്ടാട്ടോ. കാലത്തും എനിക്ക് നാളികേരം പാലുണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ഞാൻ അങ്ങനെ എന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും രക്ഷയില്ല. സമയം ഇപ്പോൾ ഒരു 5 മണി വരെ ഞാൻ നോക്കിയിട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മോനെ കടയിലേക്ക് പറഞ്ഞയച്ച് ചപ്പാത്തി മേടിപ്പിച്ചു കേട്ടോ. എന്താ വെച്ചാൽ തീരെ വയ്യ. ഇന്നത്തെ ദിവസം ഭയങ്കര വെയിലും ക്ഷീണവും ഒക്കെ കൂടി ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഒട്ടും തന്നെ വയ്യാണ്ടായി ഇന്നത്തെ ദിവസം. കാലത്തൊട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ തീരെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റണില്ലല്ലോ ചൂട് കൊണ്ട്. അപ്പോൾ പിന്നെ തീരെ ഒട്ടും പറയണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പട്ടയമില്ലാത്ത കാരണം കൊണ്ട് ഒന്നും ഇട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ആരും സഹായിക്കുക എന്ന് പറഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പട്ടയം കിട്ടിയാൽ മാത്രം നമുക്ക് വീടൊന്ന് പൊളിച്ച് പണിയാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷീറ്റ് ഒന്ന് മാറ്റാനോ ഒക്കെ പറ്റുള്ളൂ കേട്ടോ. ഷീറ്റ് മാറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടികളൊക്കെ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. കാരണം കൊണ്ട് ഷീറ്റ് നമുക്ക് മാറ്റി ഓടാക്കാനും പറ്റില്ല. നമ്മളൊരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പൈസ ചിലവും ആവും. പിന്നെ പട്ടികളൊക്കെ മുഴുവൻ മാറേണ്ടി വരും. അധികം ഉറപ്പുമില്ല ചുമരിനായാലൊക്കെ. അത് കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി മേടിച്ച കാരണം ചപ്പാത്തിയാണ് ചൂടുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. തീരെ വയ്യാണ്ടായി ഇന്നത്തെ ദിവസം. ഇതുപോലെ എനിക്ക് നോമ്പെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നലെ ഛർദി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഛർദി അങ്ങനെ തന്നെ കുറവാകും ചെയ്തു കേട്ടോ. കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ശരിയായിട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ചൂടിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഷീറ്റൊക്കെ ആയ കാരണം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ചൂടാണല്ലോ. നമ്മൾ ഫോണൊക്കെ വീട്ടിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ എനിക്ക് പകൽ സമയത്തൊക്കെ. അതായത് കാലത്തൊന്നും ഒരു 11 മണി വരെ ഒരു കുഴപ്പമില്ല കേട്ടോ. 11 മണിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ നെറ്റൊക്കെ കുറേ നേരം ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു ചൂടുണ്ടാവില്ലേ, അതേപോലെ കേട്ടോ. തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഷീറ്റുമ്പത്തെ ചൂടിറങ്ങിയിട്ട് ഫോൺ വരെ നല്ല പൊള്ളിയിരിക്കണ പോലെ ഉണ്ടാവും കേട്ടോ. എന്നാണ് ഇക്കൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എന്നിട്ട് ലൗഡ് സ്പീക്കർ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ചെവിയൊക്കെ നല്ല പോലെ ചൂടാവും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും തന്നെ ഇന്ന് ഉണ്ടാക്കണില്ല കേട്ടോ. ഒട്ടും വയ്യ. ഇത്ര അധികം ഇതുപോലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഈ ചൂട് തുടങ്ങിയിട്ട്. മോളുടെ മേത്താണെങ്കിലോ നിറച്ചും ചൂടും പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേര പാലൊക്കെ തേൽപ്പിച്ചിട്ടാണ് അവളെ കുളിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.